റേസ് ടു സക്സസ്, ജീവിത വിജയത്തിലേക്കുള്ള വഴികാട്ടി. നമസ്കാരം. റേസ് ടു സക്സസിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് റേസ് ടു സക്സസിലൊപ്പം ചേരുന്നു ഞാൻ സുനിൽ. എന്നും നമ്മളോടൊപ്പം ജോയിൻ ചെയ്യാറുള്ള നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട മഹാദേവൻ പിള്ള സാർ നമ്മുടെ കൂടെ ഉണ്ട്. നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. സാർ, സ്വാഗതം. നമസ്കാരം. എൻ്റെ ഒരു സുഹൃത്ത് ഈ അടുത്ത കാലത്ത് പറയുണ്ടായി, എനിക്കൊരു 45 വയസ്സ് വരെയൊക്കെ ജീവിച്ചാൽ മതി, അതിനുശേഷം അങ്ങ് ജീവിക്കേണ്ട. കാര്യം വാർദ്ധക്യകാലം എനിക്ക് വലിയ താല്പര്യമില്ല, എനിക്ക് ഇഷ്ടപ്പെടില്ല, അല്ലെങ്കിൽ എനിക്ക് വേണ്ട. എനിക്ക് എപ്പോഴും യുവത്വം വേണം, അല്ലെങ്കിൽ യുവാവായി മാത്രം ജീവിച്ചാൽ മതി, എൻ്റെ വാർദ്ധക്യം ആരും കാണണ്ട എന്നുള്ളൊരു കാര്യം സുഹൃത്ത് തമാശയായിട്ട് എന്നോട് പറഞ്ഞിരുന്നു. ശരിക്കും ഇന്നത്തെ യുവജനങ്ങൾ മുഴുവൻ അങ്ങനെ ആഗ്രഹിക്കുന്നവരാണെന്ന് തോന്നുന്നു. കാര്യം വാർദ്ധക്യകാലം എന്തോ ഒരു വലിയ പ്രശ്നമാണെന്ന് പൊതുവെ ഒരു ധാരണയുണ്ട്. ശരിയാണോ സാർ? നല്ലൊരു പങ്ക് ആളുകൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. കാരണം വാർദ്ധക്യം ഒരു ബാധ്യതയായി മാറുന്ന കാഴ്ചകൾ നമ്മൾ ചുറ്റുവട്ടത്ത് കണ്ടുകൊണ്ടിരിക്കുക കൂടുതലും. പക്ഷെ ഞാൻ കൂട്ടത്തിൽ പെടുന്നില്ല. കാരണം എനിക്ക് കൂടുതൽ കാലം ജീവിച്ചിരിക്കണമെന്ന് പണ്ടേ ആഗ്രഹമുണ്ട്. എനിക്ക് പണ്ടൊരു പേടിയുണ്ടായിരുന്നു. കാരണം എൻ്റെ അമ്മയുടെ സഹോദരൻ, അച്ഛന്റെ കസിൻ ബ്രദേഴ്സ് കുറെ പേര് 44-45 വയസ്സിൽ കുറെ പേര് മരിച്ചു. അപ്പൊ ഈ 44-45 വയസ്സൊരു കടമ്പയായിട്ട് ഞാൻ കണ്ടിരുന്നു. കാരണം ആ ബ്ലഡിന്റെ ആ ജനറ്റിക്കൽ കണ്ടിന്യൂറ്റി ഉണ്ടല്ലോ, അപ്പം അതെനിക്കും സംഭവിക്കുമോ എന്ന ഒരു സംശയം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു 44-45 മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിതം അപൂർണമായി പോകും എന്നുള്ളത്. കാരണം ജീവിക്കും തോറും അവരിപ്പോൾ ഈ പറഞ്ഞ അഭിപ്രായം തന്നെ, ഇപ്പോൾ സുനിലിനോടെ ഇങ്ങനെ പറഞ്ഞവർ തന്നെ 45 വയസ്സാകുമ്പോൾ അവർക്ക് വീണ്ടും ജീവിക്കണമെന്ന് ആഗ്രഹം വരും. മനുഷ്യന്റെ സഹജമായ ഒരു പ്രേരണയാണത്. ഒരുപക്ഷെ ചെറുപ്പകാലത്ത് എനിക്ക് ഇത്രയൊക്കെ ജീവിച്ചാൽ മതിയെന്ന് തോന്നുമ്പോഴും മനുഷ്യൻ ഒരിക്കലും ജീവിച്ചിരിക്കുന്നത് മതിയാകാറില്ല. അവൻ ഓരോ കാലം കഴിയുന്നത് ഇനിയും ജീവിച്ചിരിക്കണമെന്ന്. ഇപ്പോൾ ഒരു നിവൃത്തിയില്ലാതെ എഴുന്നേക്കാൻ വയ്യാതെ കട്ടിലിൽ കിടക്കുന്ന ഒരു മനുഷ്യനും ജീവിക്കണമെന്നായിരിക്കും, ഓടി നടക്കണമെന്നോ അല്ലെങ്കിൽ ജീവിക്കണമെന്നോ ആഗ്രഹം ഉണ്ടാവും. കാരണം അയാളുടെ സെൻസറി മെക്കാനിസംസ് ഒക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഇനി ഇതൊന്നും വർക്ക് ചെയ്യാതെ ഒരു കൊമാ സ്റ്റേജിൽ ഒരാൾ കിടക്കുകയാണെങ്കിൽ അയാൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അപ്പം ജീവിക്കുക എന്നുള്ളത് ആവശ്യമാണ്. പക്ഷേ വാർദ്ധക്യം ഒരു ബാധ്യതയായി മാറുന്നത് ഇന്ന് നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുക മിക്ക സ്ഥലങ്ങളിലും, കേരളത്തിൽ പ്രത്യേകിച്ചും. അപ്പം ഞാനൊരു ചെറിയ ഒരു ഉദാഹരണം പറയാം. ഇപ്പം ഇന്ത്യയിൽ ഈ വൃദ്ധര് എന്ന് പറയുന്നതിന് പഴയ ഒരു നിർവചനം ഒരു 65 വയസ്സ് കഴിഞ്ഞാൽ വൃദ്ധരായി എന്നുള്ളതായിരുന്നു പഴയ നിർവചനം. 65 തൊട്ട് 75 വരെ ഒരു എയർലി ഓൾഡ് ഏജ് എന്ന് പറയും. എന്ന് വെച്ചാൽ ഒരു തൈക്കളവൻ അല്ലെ തൈക്കളവൻ. 75 തൊട്ട് 85 വരെ മിഡിൽ ഓൾഡ് ഏജ്, മീഡിയം ഓൾഡ് ഏജ് എന്ന് പറയാറുണ്ട്. അതായത് ഒരു അർദ്ധവൃദ്ധൻ എന്ന് പറയാം. 85 കഴിഞ്ഞു കഴിഞ്ഞാൽ ഓൾഡ് ഏജ് എന്നാണ് പറയാറുണ്ട്. അതായത് ഒരു ജ്ഞാനവൃദ്ധൻ അല്ലെങ്കിൽ ഒരു പടുവൃദ്ധൻ എന്നൊക്കെ പറയുന്ന രീതിയിൽ പറയാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് മാറി. ഇപ്പോൾ അടുത്ത കാലത്ത് ഞാൻ യുണൈറ്റഡ് നേഷൻസിന്റെ ഒരു പബ്ലിക്കേഷനിൽ കണ്ടത് ഒരു 75-80 വയസ്സാകുന്നവരേക്ക് വൃദ്ധനെന്ന് പറയേണ്ടെന്നാണ്, യുവാവെന്ന് പറയാവുന്നതാണ്. അപ്പൊ അങ്ങനെയുണ്ട്. അപ്പൊ പഴയ ആ കോൺസെപ്റ്റ് മാറി വന്നു. പക്ഷെ എങ്കിലും ഇപ്പോഴും സർക്കാർ റെക്കോർഡുകളിലൊക്കെ ഈ 65 കഴിഞ്ഞവരെ 64-65 വരെയൊക്കെയാണ് ഒരു യുവത്വം എന്ന് കണക്കി വെച്ചിട്ട്. 65 കഴിഞ്ഞാൽ വൃദ്ധൻ എന്നുള്ളൊരു കണക്കിൽ തന്നെയാണ്. പക്ഷെ സർക്കാരിന്റെ കണക്കിൽ, ഇപ്പോ കേരള സർക്കാരിന്റെ കണക്കിൽ 60 വയസ്സ് കഴിഞ്ഞാൽ തന്നെ സീനിയർ സിറ്റിസൺ ആണ്. സീനിയർ സിറ്റിസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃദ്ധൻ എന്നുള്ളതിന്റെ മറ്റൊരു വാക്കാണ്, വൃദ്ധനാണ്. പക്ഷെ അങ്ങനെയല്ല അതില്. കാരണം ഈ സമൂഹത്തില് ഇപ്പൊ ഒരു കോൺസെപ്റ്റ് മാറി വരിക. ഇപ്പോൾ ഇന്ത്യ മൊത്തം എടുക്കുകയാണെങ്കിൽ 64 വയസ്സ് കഴിഞ്ഞവരാകെ 7% ഉള്ളൂ. വൃദ്ധര് കുറവാണ്. 64 വയസ്സിന് മേളിലുള്ളവർ 7% ഉള്ളൂ. പക്ഷെ കേരളത്തിൽ അത് 12% മേലെയുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇപ്പോ പണ്ട് കുഞ്ചൻതമ്പിയാരുടെ ഒരു കവിത ഉണ്ടായിരുന്നില്ലേ, അപ്പൂപ്പൻ മുതുക്കന്റെ അപ്പൂപ്പൻ ഇരിക്കുന്നു, അപ്പൂപ്പൻ അവനുള്ള അപ്പൂപ്പൻ മരിച്ചില്ല എന്ന് പറഞ്ഞ പോലെ നമ്മുടെ തലമുറകള് അപ്പൂപ്പന്റെ അപ്പൂപ്പനും ഒക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട്. അതിന് കാരണം കേരളത്തില് മരുന്ന് വ്യവസായം വളരെ കൂടുതലാണ്, മെഡിക്കൽ കെയർ വളരെ കൂടുതലാണ്. മുമ്പൊരിക്കൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് കേരളത്തിലെ മെഡിക്കൽ കെയറിനെ കൊണ്ട്. അതുകൊണ്ട് വാർദ്ധക്യം നമ്മളെ ബാധിക്കാതെ ഒരുപാട് പേര് ഇപ്പോൾ 65 വയസ്സിന് മേൽ, അതും കുറവാണ് സത്യത്തിൽ. ഞാൻ വിചാരിച്ചിരുന്ന വയസ്സായവർ ഒരുപാടുണ്ടെന്ന്. ഇല്ല, കേരളത്തിലും 65 വയസ്സിന് മേൽ 12% ഉള്ളൂ. 2023 കണക്കാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ വലിയ മാറ്റം. 100 പേരിൽ 12 വരെ 65 വയസ്സ് കടക്കുന്നുള്ളൂ എന്നുള്ളതാണ്. അതിൽ ഏതാണ്ട് 70% പേരും കേരളത്തിൽ 15 വയസ്സ് മുതൽ 65 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലാണ്. അപ്പോൾ അത് യുവാക്കൾ എന്ന് തന്നെ പറയാം. അപ്പം വൃദ്ധര് കുറവാണ്. പക്ഷെ
ഇതിൽ നല്ലൊരു പങ്ക് ഇപ്പോൾ കേരളത്തിന്റെ ശരാശരി ഏജ് എന്ന് പറയുന്നത് 74 മേളെ വരുന്നുണ്ട് ശരാശരി ഏജ്. അപ്പം ആ ശരാശരി ഏജ് എന്ന് പറയുമ്പോൾ എല്ലാവരും ജീവിച്ചിരിക്കുന്നതല്ല, ഒരു മനുഷ്യന് ജീവിച്ചിരിക്കാൻ സാധ്യതയുള്ള ഒരു പ്രായമാണത് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ഈ 12% പേര് നല്ലൊരു അളവ് ജീവിച്ചിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അല്ലെങ്കിൽ ശരാശരി ഏജ് അത്രയും വരില്ല. കാരണം ഇവരിൽ ഈ 12% ആളുകൾക്ക് നല്ല ഒരുപക്ഷെ അവരുടെ കുടുംബ പശ്ചാത്തലം കൊണ്ടോ മറ്റോ അവർ കൂടുതലിരിക്കുന്നതാണ്. അപ്പോൾ അതിൽ തന്നെ പലപ്പോഴും ഈ 70 80 കഴിയുന്നവർക്ക് ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. ശാരീരിക കാരണങ്ങൾ, ഓപ്പറേഷണൽ ഡിഫിക്കൽട്ടി. ഇപ്പോൾ നമുക്ക് പലർക്കും അറിയാത്ത ഒരു കാര്യമുണ്ട്. ഒരു 75-80 വയസ്സ് കഴിഞ്ഞ ഒരാളിന് ഒരു സാധനം മുറുകെ പിടിക്കാൻ പോലും പറ്റില്ല, അവരുടെ മസിൽസ് കോപ്പറേറ്റ് ചെയ്യില്ല. എന്നാൽ അവരത് കാണാതിരിക്കാൻ പൊതുവെ ഞാൻ പലരോടെയും സംസാരിച്ചുള്ള പറയുന്നത് നമ്മുടെ ശരീരത്തിൽ അതിൻ്റെ വളർച്ചയുടെ ഒരു പരിണാമമുണ്ട്. ഇപ്പോൾ ഒരു 40-45 വയസ്സ് വരേക്ക് നമ്മുടെ സെൽസ് വളരും, സെൽസ് മൾട്ടിപ്ലൈ ചെയ്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കും. ആ പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് പീരീഡ് അത് അങ്ങനെ ഡോർമെൻ്റ് ആയിട്ട് നിൽക്കും. പിന്നെ റീപ്രൊഡക്ഷനും ഇല്ല, നാശവും ഇല്ല. ഒരു 50 വയസ്സൊക്കെ കഴിഞ്ഞു തുടങ്ങും, ഒരു 50-55 വയസ്സൊക്കെ കഴിഞ്ഞു തുടങ്ങുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഡിസ്ട്രക്ഷൻ തുടങ്ങും. അപ്പോൾ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ നാശം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മുട്ടിൽ ആർത്രൈറ്റിസ് വരും, ജോയിൻറ്റിൽ പെയിൻ വരും, പിന്നെ പൊക്കം കുറയും. ഇപ്പോൾ 6 അടി ഉണ്ടായിരുന്ന ഒരാളിന് ഒരു 75 വയസ്സാകുമ്പോൾ ചിലപ്പോൾ 5 അടി 10 ഇഞ്ചേ ഉണ്ടാവുള്ളൂ. ജോയിന്റുകളൊക്കെ ഷ്രിങ്ക് ചെയ്യും. എനിക്കിത് പണ്ട് അറിയില്ലായിരുന്നു. കാരണം പൊക്കം കുറയുമെന്നുള്ളത് ഒരു പ്രായം കഴിഞ്ഞാൽ നമുക്ക് പൊക്കം കുറയും, നല്ല പൊക്കമുള്ളവർക്കും. കൂനാകുന്നതിന് മുന്നേ തന്നെ. പിന്നെ അതും കഴിഞ്ഞൊരു പ്രായമായി കഴിയുമ്പോൾ കൂനാവും. അപ്പോൾ ആ സമയത്തൊക്കെ ഇപ്പോൾ 70-80 വയസ്സുള്ള പലരും പറയുന്നത് കേട്ടാലറിയാം, എന്തെങ്കിലും സാധനം എടുക്കുമ്പോൾ അറിയാതെ അവരുടെ കയ്യിൽ നിന്ന് താഴെ വീഴും. അതവർ മനഃപൂർവ്വം ഇടുന്നതല്ല, അവരുടെ കൈക്ക് അത് പിടിച്ചു നിർത്താനുള്ള ശക്തി മസിലുകൾ കൊടുക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ കുറേ പ്രശ്നങ്ങളുണ്ട് വാർദ്ധക്യത്തിൽ. ആ പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ ശാരീരികമായ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്, സാമൂഹികമായ പ്രശ്നങ്ങളുണ്ട്. ഒരുപക്ഷെ പലരും ചോദിച്ചൊക്കെ ഒരു മൊബൈൽ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് സമയം കളഞ്ഞുകൂടുന്നു. ഒരു പ്രത്യേക പ്രായം കഴിഞ്ഞ് മൊബൈൽ ഓപ്പറേറ്റ് ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ അതിനെക്കുറിച്ച് ബോധേഡല്ല, കാരണം ബാക്കിയുള്ളവർക്ക് അത് അറിയില്ല. അപ്പോൾ നമുക്കിതൊക്കെ കൃത്യമായിട്ട് അറിയണമെങ്കിൽ ഈ ഏജ് കഴിഞ്ഞ് ഇത് ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ 95 വയസ്സുള്ളവർ ഇപ്പോഴും ചുരുക്കൂടെ ഇരിക്കുന്ന ചിലരെ എനിക്കറിയാം. പക്ഷെ അതൊക്കെ ഒറ്റപ്പെട്ട കേസുകളാണ്, ഒരു 1000-1 10,000 ആയിരിക്കും. പൊതുവെ പറയുകയാണെങ്കിൽ ഒരു പ്രത്യേക പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് പ്രതികരണശേഷി കുറയും, അവരുടെ നെർവ്സിന്റെ വർക്കിംഗ് കുറയും. അതുകൊണ്ടാണല്ലോ റിട്ടയർമെന്റ് ഒക്കെ കൊടുക്കുന്നത്. അത് ആളുകളനുസരിച്ച് മാറ്റം വരും. ചിലർക്ക് ഒരു 60 വയസ്സിൽ തന്നെ അവരുടെ ഞരമ്പുകളുടെ പ്രവർത്തനം വളരെ സ്ലോ ആയി തുടങ്ങും. എന്നാൽ ചിലർക്ക് 70-75 വയസ്സ് വരേക്ക് ആ പ്രവർത്തനം ശക്തമായിരിക്കും. അപ്പോൾ ഇത് ശാരീരിക പ്രവർത്തനങ്ങളും ഉണ്ട്. ശാരീരിക പ്രവർത്തനങ്ങൾ എല്ലാവർക്കും ഒരുപോലെയല്ല. ചിലരുടെ ശരീരം ഒരു 70-75 വയസ്സായി കഴിഞ്ഞാൽ നല്ല ആരോഗ്യത്തോടു കൂടി 75 വയസ്സിൽ ജിമ്മിൽ പോകുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ജനറലൈസ് ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രം. തീർച്ചയായിട്ടും ഇനിയും ഇങ്ങനെയുള്ളവരുടെ പ്രശ്നങ്ങൾ നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് പരിശോധിച്ച് നോക്കേണ്ടി വരുന്നു. ഇപ്പോൾ ആദ്യത്തെ കേരളത്തിലുണ്ടാകുന്ന ഒരു പ്രശ്നം സാമൂഹ്യ പ്രശ്നമാണ്. ഇവരെ ഇനി ആരും നോക്കും? ഇപ്പം ഞാൻ തന്നെ ഇത് ആലോചിക്കുകയുണ്ടായി. ഇപ്പോൾ ഞാനും ഭാര്യയും മാത്രമേ ഇപ്പോൾ വീട്ടിലുള്ളൂ. മക്കൾ 2 പേരും അവരുടെ തൊഴിലിന് അന്വേഷിച്ച് പുറത്തേക്ക് മറ്റു സ്ഥലങ്ങളിലാണ്. എന്തോ ഒരു ഭാഗത്തിന് എൻ്റെ മക്കൾ വിദേശത്തേക്ക് പോയില്ല, അവർ ഇന്ത്യയിൽ തന്നെയുണ്ട്. പക്ഷെ എൻ്റെ ഒപ്പം ഇല്ല. നല്ലൊരു പങ്ക് വീടുകൾ ഇപ്പോൾ ഞാൻ താമസിക്കുന്ന കോളനിയിൽ 130ഓളം വീടുകളുള്ളത് 2-3 വീട്ടിലെ മക്കൾ വീട്ടിലുള്ളൂ. ബാക്കി എല്ലാവരും മറ്റെവിടെങ്കിലും ഒന്ന് കേരളത്തിന് പുറത്ത് അല്ലെങ്കിൽ വിദേശത്ത്. ഇവര് മുതിർന്നു കഴിയുമ്പോൾ ഒരു പ്രത്യേക പ്രായം കഴിയുമ്പോൾ അവർക്ക് സ്വമേധയാ സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ കഴിയാതെ വരും. അപ്പോൾ പരസഹായം വേണം. സാമ്പത്തികമായിട്ട് കുറച്ച് മെച്ചപ്പെട്ട നിലയിലുള്ളവർക്ക് സർവൻസിനെ വെക്കാൻ പറ്റും. 2-3 ജോലിക്കാരെ, ഒരു ജോലിക്കാരെ ഒന്നും കൊണ്ട് നടക്കില്ല. കാരണം അതുപോലെ ഒന്ന് പുറത്തു പോകണമെങ്കിൽ ഡ്രൈവറുടെ സഹായം വേണം, വീട്ടിൽ പാചകം ചെയ്യണ ഒരാളുടെ സഹായം വേണം, എന്തെങ്കിലും വാങ്ങി വരണമെങ്കിൽ വേറെ ആളുടെ സഹായം വേണം. ഇതൊക്കെ കുറച്ച് വെൽ ഓഫ് ആയിട്ടുള്ളവർക്ക് അഫോർഡ് ചെയ്യാം. പക്ഷെ അതിന് കഴിയാത്തവർ എങ്ങനെയാവും? കാരണം മക്കളാരും അവരുടെ കൂടെ ഇല്ല. മറ്റേ പഴയ സമ്പ്രദായത്തിൽ മക്കളും കൊച്ചുമക്കളും ഉൾപ്പെട്ട ഒരു കൂട്ടുകുടുംബം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതില്ല. അപ്പോൾ അവർ ഒറ്റപ്പെടുകയാണ്. ഈ ഒറ്റപ്പെടലാണ് ഇന്ന് കേരളീയ സമൂഹത്തിലെ ഒരു വലിയ പ്രശ്നം. മക്കൾ വളരെ നല്ല നിലയിൽ പുറത്തേക്ക് ഉണ്ടാകുന്നു. എനിക്കൊരു ചെറിയ ഒരു ആശയം 2-3 ആഴ്ച മുമ്പ് തോന്നുന്നുണ്ടായി. ഒന്നായി ജീവിക്കുകയാണെങ്കിൽ, അതായത് ഒരു കൂട്ടായ്മയായിട്ട് ജീവിക്കുകയാണെങ്കിൽ നമുക്കിതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. ഒരു വലിയ കൂട്ടായ്മയായിട്ട്, ഒരു കമ്മ്യൂണിറ്റി ലിവിങ്. അപ്പോൾ ഈ കമ്മ്യൂണിറ്റി ലിവിങ്ങിലും പ്രത്യേകതയുണ്ട്. ഇപ്പോൾ പലയിടത്തും കമ്മ്യൂണിറ്റി ലിവിങ് ഉണ്ട്. പക്ഷെ അവിടെ വരുന്നവർ പരസ്പരം മുമ്പൊരു പരിചയമില്ലാത്തവരാണ്. അവർക്കൊരു 70-80 വയസ്സിൽ പിന്നെ ഒരു സൗഹൃദത്തിലേക്ക് പോകാൻ ബുദ്ധിമുട്ട് വരും. അപ്പോൾ എനിക്ക് മനസ്സിൽ ഇങ്ങനെ ഒരു ആശയം തോന്നി. ഒന്നിച്ച് ഡിഗ്രിക്ക് പഠിച്ചവർ, ബിടെക്കിന് ഒന്നിച്ച് പഠിച്ചവർ, അവരുടെ ഒരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ അത് നന്നായിരിക്കില്ലേ പ്രായമാകുമ്പോൾ?
അങ്ങനെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഒരു ജൂനിയറായിട്ട് പഠിച്ച ഒരാൾ എന്നെ വിളിച്ചിട്ട് നമുക്ക് ഒരു 10 ഏക്കർ സ്ഥലം അവൈലബിൾ ആണ്, നമുക്കൊരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. ഞാൻ അപ്പം തന്നെ അത് ടേക്കപ്പ് ചെയ്തു. അന്ന് തന്നെ ഞാനൊരു പോസ്റ്റ് ഇട്ടു. 2 ദിവസത്തിനകം 380 പേര് അതിന് റെസ്പോണ്ട് ചെയ്തു. നല്ലൊരു ആശയമാണ്. ഇനി ഭാവിയിൽ വരാൻ പോകുന്ന ഒരു ആശയമാണ്. അപ്പൊ നമ്മളിപ്പോ ലാൻഡ് വാങ്ങാൻ പോവാ. അതിൽ ഏതാണ്ട് 60 എത്രയോ പേര് പൈസ അടച്ച് അതിന്റെ ട്രസ്റ്റ് മെമ്പർഷിപ്പിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. അത്രയും വലുതായിട്ടൊന്നും ഇല്ലെങ്കിലും ഒരു വലിയൊരു വീടെങ്കിലും എടുത്ത് താമസിക്കാനായിട്ട് ഈ ഇമ്പാക്ട് ഞാൻ പറയുന്നത് ഇതൊരു നെസസിറ്റിയാണ് നമ്മുടെ സമൂഹത്തിന് തോന്നിപ്പോയി. ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ മുന്നോട്ട് വന്നതിൽ പകുതി പേരും വിദേശത്തിൽ ഉള്ളവരാ. അവർക്ക് തിരിച്ച് നാട്ടിൽ വന്ന് അവരുടെ ചെറുപ്പകാലത്തുണ്ടായിരുന്ന സുഹൃത്തുക്കളോടൊപ്പം ഒന്ന് ജീവിക്കണം. അതിന് ഒന്നിൽ ഈ ഫെസിലിറ്റീസ് എല്ലാം കൊടുക്കുന്ന അപ്പാർട്ട്മെന്റ് വേണം, അല്ലെ ഈ ഫെസിലിറ്റീസ് എല്ലാം കൊടുക്കുന്ന ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി വേണം. ഇതിന് കേരളീയ സമൂഹത്തിന്റെ ഒരു മാതൃകയാകാൻ പോവാം. ഇപ്പൊ ഈ കഴിഞ്ഞ ഒരാഴ്ചക്കകത്താണ് ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. കാരണം നമ്മുടെ സമൂഹത്തിന് ആ നെസസിറ്റി ഫീൽ ചെയ്ത് തുടങ്ങി. ഇപ്പം തന്നെ ഇപ്പോൾ സുനിലിൻ്റെ ഒപ്പം പഠിച്ച ഒരു 100-200 പേര് ചേർന്ന് ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി ഉണ്ടാക്കി അവിടെ താമസിക്കുകയാണെങ്കിൽ അതൊരു പരസ്പര സഹായമാവും. 80 വയസ്സോ 90 വയസ്സോ ആകുന്നത് അവിടെ ബാധിക്കില്ല. അവിടെ സഹായിക്കാൻ എല്ലാവരും കൂട്ടായ്മയോടെ ഉണ്ടാവും. മാത്രമല്ല ഒരാൾ വീട്ടിലൊരു ജോലിക്കാരെ വെക്കുന്നതിന് പകരം ഈ 100 വീട്ടുകാർക്ക് കൂടി ചേർന്ന് 2-3 ജോലിക്കാർ മതിയാവും, സെക്യൂരിറ്റി ഉണ്ടാവും. ഈ ഒരു ജീവിത രീതി ഒരു പക്ഷേ ഇതിനൊക്കെ അതീതമായിട്ട് ഇതിൽ വരുന്നൊരു മാനസിക അംശമുണ്ട്. കാരണം നല്ലൊരു പങ്ക് കുടുംബങ്ങളിൽ വരുന്നത് ദ ലോൺ സർവൈവർ. ഒന്നിൽ ഭർത്താവ് മരിച്ചു പോവും, അല്ലെ ഭാര്യ മരിച്ചു. ചെറുപ്പത്തിൽ നമ്മളിത് അറിയുന്നില്ല. അങ്ങനെ വന്നു കഴിയുമ്പോൾ ദ അതർ പേഴ്സൺ ഗോസ് ടു ഡിപ്രഷൻ എന്നുള്ളതാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ എൻ്റെ ഒരു പരിചയമുള്ള ഒരു സഹപ്രവർത്തകയുടെ അച്ഛൻ, ഇപ്പോഴല്ല മുമ്പുണ്ടായിരുന്ന ഒരു സഹപ്രവർത്തകയുടെ അച്ഛൻ, അദ്ദേഹം ആത്മഹത്യ ചെയ്തു. അതുകൊണ്ട് 70 വയസ്സ് തികഞ്ഞില്ലായിരുന്നു, അതിന് മുമ്പ് ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ചെയ്യാൻ കാരണം അദ്ദേഹവും ഭാര്യയും കൂടെയാണ് ജീവിച്ചിരുന്നത്. ഭാര്യ അർബുദം വന്ന് ക്യാൻസർ വന്ന് മരിച്ചു കഴിഞ്ഞപ്പോൾ ഇത് ഒറ്റയ്ക്ക് ജീവിച്ചു തുടങ്ങി. ഒറ്റയ്ക്ക് ജീവിച്ചു തുടങ്ങിയപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള പരിശീലനം ഇല്ലാന്ന്. എല്ലാം ഭാര്യ ചെയ്തു കൊടുക്കുന്നത്. കാരണം അദ്ദേഹം സർക്കാർ ഉദ്യോഗത്തിൽ നിന്ന് റിട്ടയർ ചെയ്ത ആളാണ്. അപ്പോൾ ഇദ്ദേഹം ഉദ്യോഗത്തിന് പോവും, വീട്ടുകാര്യങ്ങളെല്ലാം ഭാര്യ ചെയ്തു കൊടുക്കുന്ന ഒരു സംവിധാനത്തിൽ ഒരു പ്രൊട്ടക്റ്റഡ് ഇൻഡിവിജ്വലായിട്ട് ജീവിക്കുകയായിരുന്നു അയാൾ. നമ്മൾ അറിയുന്നില്ല. അതുകൊണ്ടാണ് പലപ്പോഴും പറയാറ്, ഇപ്പം ഞാൻ തന്നെ എൻ്റെ ഭാര്യയോടൊക്കെ പലപ്പോഴും പറയാറുണ്ട്, മരിക്കുമ്പോൾ ഞാൻ ആദ്യം മരിക്കണം. കാരണം സ്ത്രീകൾക്ക് സർവൈവൽ കൂടുതലുണ്ട്, സർവൈവൽ മെക്കാനിസം. അവർക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയും. കാരണം അവരൊറ്റയ്ക്ക് ജീവിക്കാൻ, അല്ലെങ്കിൽ തന്നെ ഇപ്പോഴും അവരൊറ്റയ്ക്കാണ് വീട്ടുകാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുരുഷന്മാർക്ക് ആ കപ്പാസിറ്റി വളരെ കുറവാണ്. അപ്പോൾ പുരുഷന്മാർക്ക് ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള സാധ്യത കുറവായതുകൊണ്ട് ഓൾഡ് ഏജിലും ഇത് തന്നെ ഉണ്ടാകുന്നു. എന്ന് മാത്രമല്ല ചില പ്രത്യേക രോഗങ്ങൾ ഓൾഡ് ഏജിൽ ഏറ്റവും കൂടുതൽ വരുന്ന പുരുഷന്മാർക്കാണ്. ഇപ്പോൾ അൾഷിമേഴ്സ്, അതുപോലെ കാർഡിയാക് പ്രോബ്ലംസ്, ഡയബറ്റീസ്, ഇതൊക്കെ ഏറ്റവും കൂടുതൽ വരുന്നത് പുരുഷന്മാർക്കാണ്. അത് നമ്മുടെ ജെനറ്റിക്സിൻ്റെ ഒരു പ്രത്യേകത. ഇപ്പം ചെറുപ്പകാലത്ത് മസിൽ പവർ കൂടുതലുള്ള പുരുഷന്മാർക്കായതുകൊണ്ട് വാർദ്ധക്യകാലത്ത് സ്ത്രീകൾക്കാണ് ഫിറ്റ്നസ് ഫോർ സർവൈവൽ കൂടുതലുള്ളത്. ഇത് നമ്മുടെ പുരുഷന്മാർക്ക് അറിയുമെന്നറിയില്ല. ചെറുപ്പകാലത്ത് ആരോഗ്യമുള്ള സമയത്ത് ഭാര്യയെ തല്ലുന്നവർ ശ്രദ്ധിക്കണം, വയസ്സുകാലത്ത് തല്ലാനുള്ള ആരോഗ്യം ഭാര്യയ്ക്ക് ഉണ്ടാവുള്ളൂ എന്ന്. അതൊരു പ്രധാന കാര്യമാണ്. ഇതൊരു പുതിയ അറിവാണ്. ശരിക്കും ഇപ്പോഴത്തെ യുവാക്കളപ്പോൾ ഒറ്റയ്ക്ക് ജീവിച്ച് പഠിക്കേണ്ടിയിരിക്കുന്നു, എല്ലാം ഒരു ഇൻഡിപെൻഡന്റ് ആവേണ്ടിയിരിക്കുന്നു അല്ലേ, ഇങ്ങനെ പോവാണെങ്കിൽ അല്ലേ? ഇൻഡിപെൻഡന്റ് അല്ലാത്തവർക്ക് ഈ ലോൺ സർവൈവർ ആയാൻ വലിയ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് നമ്മുടെ സോഷ്യൽ സെക്യൂരിറ്റി സിസ്റ്റം ഇതിന് വളർന്നിട്ടില്ല. ഇപ്പോൾ പല വിദേശ രാജ്യങ്ങളിലും സോഷ്യൽ സെക്യൂരിറ്റി സിസ്റ്റം ഉണ്ട്. നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ ഏജ് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ സർക്കാർ നടത്തുന്ന കമ്മ്യൂണിറ്റിയിലേക്ക് അങ്ങ് പോയാൽ മതി, അവർ ടേക്ക് കെയർ ചെയ്തോളും. പിന്നെ അവിടെ ചെറുപ്പകാലത്ത് തന്നെ അങ്ങനെ വലിയ ഇൻഡിവിജ്വൽ അറ്റാച്ച്മെൻ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ഡിപ്രഷനും അങ്ങനെയുള്ള, കാരണം അവിടുത്തെ സാമൂഹ്യ വ്യവസ്ഥത അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെയുള്ളൊരു കേന്ദ്രത്തിൽ പോകുമ്പോഴും അവരങ്ങ് അഡ്ജസ്റ്റഡ് ആയിക്കോളും. അത് മറിച്ച് നമ്മുടെ ഇവിടെ അങ്ങനെയല്ല. നമ്മുടെ ഇവിടെ ചെറുപ്പകാലത്ത് നമ്മൾ അർമാദിച്ച് ജീവിക്കുകയാണ്, നമ്മുടെ ബന്ധുക്കള്, നമ്മുടെ സഹോദരങ്ങള്, നമ്മുടെ കുഞ്ഞുങ്ങള്. പക്ഷെ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ഇതെല്ലാം അന്യമാവുകയാണ്. പലർക്കും ഇത് അറിയുമോന്നറിയില്ല. ഒരു പർട്ടിക്കുലർ ഏജ് കഴിഞ്ഞാൽ എല്ലാവരും നമ്മളെ കൈയൊഴിയും. ഞാൻ പലപ്പോഴും പറയാറുള്ള ഒരു കഥയുണ്ട്. സ്വാഭാവിക പ്രക്രിയയാണ്. അത് ഞാൻ ഉദാഹരണമായിട്ട് പറയാറുള്ള ഒരു കാര്യമുണ്ട്. ഒരു സിംഹം ഒരു ഹേർഡിന്റെ ഒരു ഗ്രൂപ്പിന്റെ തലവനായിരിക്കും, ഒരു ആൺ സിംഹം. ഈ ആൺ സിംഹത്തിന് വയസ്സായി കഴിഞ്ഞാൽ പിന്നീട് അതിനെ ഇര പിടിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് വിചാരിക്കുന്ന അതിൻ്റെ പാർട്ട്ണറും അതിൻ്റെ കുഞ്ഞുങ്ങളും ഒക്കെ ഇര പിടിച്ചതിന് കൊണ്ട് കൊടുക്കുന്നല്ലേ, ഒരാളും കൊണ്ട് കൊടുക്കില്ല. ഈ സിംഹം ഒറ്റയ്ക്ക് കിടക്കും. ഈ സിംഹം കിടന്ന് അത് ചെറിയ ഇരകളൊക്കെ പിടിച്ചെന്ന് കുറച്ചു കാലം സർവൈവ് ചെയ്യും. ഓടിച്ചിട്ട് പിടിക്കാനൊന്നും അതിനെ കൊണ്ട് കഴിയില്ല. ആ ഒരു പീരീഡും കഴിഞ്ഞു കഴിഞ്ഞാൽ ചെന്നായിക്കൂട്ടം വന്ന് ആക്രമിച്ചതിനെ കൊന്നു തിന്നാണ് പതിവ്. കാട് ഭരിച്ചിരുന്ന സിംഹമാണെന്ന് ഓർക്കണം. ഇത് മനുഷ്യനൊരു പാഠമാണ്. ഇത് സമൂഹത്തിലെ ഒരു പൊതു നിയമമാണത്.
അതുകൊണ്ട് തന്നെ ഈ വളരെ മുതിർന്ന ആളുകൾക്ക് അവരെത്ര ജില്ലകളായാലും ശരി, ഒരു പ്രായം കഴിയുമ്പോൾ ഈ താഴെ വന്നേ സമാനമുള്ളൂ എന്ന് പറയുന്നത്. അതുകൊണ്ട് സത്യത്തിൽ അധികം പ്രായമാകാതെ മരിക്കുന്നൊരു ഭാഗ്യവാന്മാരെന്ന് പറയും. പക്ഷെ മരിക്കുന്ന ഒരാളിനും മരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ല. ഇപ്പോൾ വളരെ മുതിർന്ന കുറേ പേരോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് ഈ ചോദ്യം. അപ്പോൾ അവരിൽ നിന്ന് കിട്ടുന്ന ഇപ്പോൾ കിടപ്പിലായവർ തന്നെ അവർക്ക് പിന്നെയും ജീവിക്കണമെന്ന ആഗ്രഹം ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ അത് മനുഷ്യ സഹജമാണ്. അപ്പോൾ വാർദ്ധക്യം ഒരു ശാപമാകാതിരിക്കണമെങ്കിൽ ഒന്നിൽ നമുക്ക് 2-3 വഴി. ഒന്ന്, നമ്മുടെ ഒപ്പം നമ്മുടെ ബന്ധപ്പെട്ടവരാരെങ്കിലും വേണ്ടപ്പെട്ടവരാരെങ്കിലും ഉണ്ടാകണം. ഇന്നത്തെ സാമൂഹ്യ വ്യവസ്ഥയിൽ കേരളത്തിൽ അത് കഴിയില്ല. കാരണം അവരെ തീറ്റിപ്പറ്റി വളർത്താനുള്ള സംവിധാനം ഇവിടെ ഇല്ല. അവരെവിടെങ്കിലും പോയി രക്ഷപ്പെട്ടേ പറ്റുള്ളൂ. അപ്പോൾ രക്ഷകർത്താക്കൾ മാത്രം. ഇനി ചില രക്ഷകർത്താക്കൾ അവരുടെ ഒപ്പം അങ്ങോട്ട് പോകുന്നുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ ഇവിടെ ജനിച്ചു വളർന്ന ഒരാൾ ഒരു 75-80 വയസ്സാകുമ്പോൾ മക്കളൊപ്പം വിദേശത്ത് പോയി എന്ന് വെച്ചോളൂ. ഈ വിദേശ രാജ്യങ്ങളിലൊന്നും തന്നെ ഇങ്ങനെയുള്ളവരെ കൊണ്ടുപോയി വിടാൻ പറ്റിയ അവിടുത്തെ സിറ്റിസൺസിനും പറ്റിയത് അവിടെ ഉണ്ടാവും. അത് ചില രാജ്യങ്ങളിൽ അത് അവിടുത്തെ സിറ്റിസൺസിന് എല്ലാ ഫെസിലിറ്റീസും കൊടുക്കണം. പക്ഷേ ഇവിടുന്ന് ചെല്ലുന്ന 2 പേരെ അല്ലെങ്കിൽ ഒരാളിനെ കൊണ്ടുപോയി നിർത്താൻ പറ്റിയ സംവിധാനം അവിടെ കുറവായിരിക്കും. അതും കോസ്റ്റ് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ഈ മക്കൾക്കും നോക്കാൻ കഴിയില്ല. അവർക്ക് രാവിലെ അവരുടെ ജോലിക്ക് പോകണ്ടേ. പക്ഷേ ഇത് ഒരു ചൈനീസ് കഥ പറയുന്ന പോലെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ആ കഥയും കൂടെ ഞാൻ പറയാം. ഒരിക്കൽ ഒരു മുത്തച്ഛനെ അവൻ്റെ അച്ഛൻ മലയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ കൊച്ചു കുട്ടിയും കൂടെ കൂടി. അപ്പോൾ ഈ മലയിൽ പോയി കുറേ നടന്ന് അങ്ങ് എത്തി. ഇയാൾ സഹായത്തോടുകൂടെ കൊണ്ടെത്തി ഒരു 2-3 മല കഴിഞ്ഞ് അപ്പുറം വിട്ടിട്ട് ഈ കൊച്ചു കുഞ്ഞിനെയും കൂട്ടി അച്ഛൻ തിരിച്ച് നടക്കുകയാണ്. അപ്പോൾ ഈ കുഞ്ഞ് ചോദിക്കുന്ന, അച്ഛ എന്താ മുത്തച്ഛനെ അവിടെ വിട്ടത്? അപ്പോൾ പറഞ്ഞു, മുത്തച്ഛന് വയസ്സായി മക്കളെ, ഇനി നമ്മുടെ കൂടെ ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഭാരമായി മാറും, അതുകൊണ്ട് മുത്തച്ഛനെ അവിടെ കൊണ്ടുപോയി വിട്ടതാണ്. അപ്പോൾ ഈ കുഞ്ഞ് ചോദിക്കുന്നു, അപ്പോൾ അവിടെ വന്യമൃഗങ്ങളും മറ്റുമൊക്കെ ഉണ്ടാവില്ലേ, മുത്തച്ഛനെ ആക്രമിക്കില്ലേ? അപ്പോൾ നമുക്ക് അതൊക്കെ നോക്കിയിരുന്ന് ജീവിക്കാൻ പറ്റുമോ മോനെ എന്ന് ഈ കുട്ടിയോട് അച്ഛൻ ചോദിക്കുന്നു. അപ്പോൾ ഈ കുട്ടി പറയുന്നത്, അച്ഛാ എന്നാൽ നമുക്ക് കുറച്ചുകൂടെ അപ്പുറത്തോട്ടോ, അതിൻ്റെ അപ്പുറത്ത് മലയുണ്ടോ എന്ന് നോക്കാം. കുറെ കാലം കഴിയുമ്പോൾ എനിക്ക് അച്ഛനെ കൊണ്ടുവിടണ്ടേ? ഇത് ചരിത്രം ആവർത്തിക്കുകയാണ്. സത്യമാണത്. അതിപ്പോ അവരെ കുറ്റം പറയാനും നമുക്ക് പറ്റില്ല. സിറ്റുവേഷൻ അങ്ങനെയാണ്. അതിനൊരു റെമഡി കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഒരു തീർച്ചയായിട്ടും. ഇപ്പോൾ സാർ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മളിപ്പോൾ മരുന്ന് കഴിച്ച് ആയുസ് വർദ്ധിപ്പിക്കുന്നവരാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും മനുഷ്യനൊരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. ഒരു കോമൺ ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ടോ? ഇപ്പോൾ 60 years വരെയൊക്കെ ജീവിച്ചു കഴിഞ്ഞാൽ ഒരു ഓക്കെ ആയി, അങ്ങനെ ഉണ്ടോ? അങ്ങനെയാണോ? അത് 70 years ആണോ? ശരിക്കും എന്താണ് ഒരു മനുഷ്യന്റെ എക്സ്പയറി ഡേറ്റ്? പണ്ടൊക്കെ ഈ എക്സ്പയറി ഡേറ്റ് വളരെ കുറവായിരുന്നു. ഇപ്പോൾ ഞാൻ മുമ്പ് തന്നെ പലപ്പോഴും പറയാനുള്ള, സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് 40 വയസ്സും 39 വയസ്സൊക്കെ ആയിരുന്നു ശരാശരി ആയുസ് ദൈർഘ്യം. ഇപ്പോൾ അത് കൂടി. ആരോഗ്യ മേഖലയുടെ വളർച്ച കൊണ്ട് തന്നെയാണ് സ്വാഭാവികമായിട്ടും. മറ്റൊന്ന് മനുഷ്യന്റെ ബോധവൽക്കരണവും അതിൽ നടക്കുന്നുണ്ട്. ഉദാഹരണത്തിന് പണ്ട് പലരെയും പാമ്പ് കടിച്ച് മരിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് അപൂർവമായിട്ട് പാമ്പ് കടിച്ച് മരിക്കുള്ളൂ. ഒന്നാമത് പാമ്പിനെ നമ്മൾ ശ്രദ്ധിക്കും, അതൊരു ബോധവൽക്കരണത്തിന്റെ ഭാഗമാണ്. രണ്ടാമത് ഈ ന്യൂട്രിയൻ ഫുഡ് കൂടി. പണ്ട് പട്ടിണി വളരെ കൂടുതലായിരുന്നു. അപ്പോൾ പ്രോട്ടീനസ് ഫുഡ് അല്ലെങ്കിൽ മിനറൽ റിച്ച് ഫുഡ് ഇതൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. ഇന്ന് ഒരുമാതിരി ഇപ്പോൾ കേരളത്തിൻ്റെ തന്നെ സ്ഥിതി എടുത്തുള്ളൂ. ഇവിടെ പട്ടിണി കിടക്കുന്ന ആരുമില്ല. നോർത്ത് ഇന്ത്യയിൽ ചിലയിടത്ത് അപൂർവമുണ്ട്, ഇവിടെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് അവരുടെ ശരീരത്തിന് വേണ്ട പോഷണങ്ങൾ കിട്ടുമ്പോൾ അവർക്ക് കൂടുതൽ കാലം ജീവിക്കാൻ പറ്റും. ഒന്ന്. രണ്ടാമത് ഈ മരുന്നിൻ്റെ, ഇപ്പോൾ ദീർഘകാലമായിട്ട് ഇൻസുലിൻ എടുത്തുകൊണ്ട് 30-40 കൊല്ലം ജീവിക്കുന്ന എത്രയോ പേര് ഇവിടെ ഉണ്ട്. മുമ്പ് കാലത്ത് അത് പറ്റില്ലായിരുന്നു. ഒരു 10-60 കൊല്ലം മുമ്പ് ഇൻസുലിന് ജീവിക്കാൻ പറ്റില്ലായിരുന്നു. കാരണം അന്ന് ഇൻസുലിൻ ഇതുപോലെ വ്യാപകമല്ല. വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഇൻസുലിന് എടുത്തുകൊണ്ട് ജീവിക്കാൻ പറ്റും. ഇപ്പോൾ എന്താ, അവർക്ക് ഡയബറ്റീസ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവരുടെ ആയുസ് വളരെ കുറഞ്ഞു പോകും. ഇന്ന് വർഷങ്ങളോളം 70-80 വയസ്സ് വരെയൊക്കെ ഇൻസുലിൻ എടുത്തുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ ഇന്നുണ്ട്. അപ്പോൾ അവരുടെ ആയുർദൈർഘ്യം കൂടുന്നു. അപ്പോൾ അവർക്ക് അഫോർഡബിലിറ്റി ഉണ്ടെങ്കിൽ, പൊതുവേ വില കൂടിയൊരു മരുന്നാണ് ഇൻസുലിൻ എന്നുള്ളത്, അവർക്ക് അഫോർഡബിലിറ്റി ഉണ്ടെങ്കിൽ അവർ ജീവിക്കാൻ പറ്റുന്നു. അപ്പോൾ ഇന്ന് ഈ ശരാശരി പ്രായം കൂടിയതിൻ്റെ ഒരു കാരണം, ഇപ്പോൾ 74 വയസ്സ് ശരാശരി പ്രായം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു കാരണം മെഡിക്കൽ കെയറും റിച്ച് ഫുഡും തന്നെയാണ്, സംശയമൊന്നുമില്ല. ഇനി ആയുസ് കൂടിക്കൂടി വരും. ഒരു പക്ഷേ കുറേ കാലം കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മെഡിക്കൽ ഇൻവെസ്റ്റിഗേഷൻസും മെഡിക്കൽ ഡിസ്കവറീസും ഒക്കെ ഇൻവെൻഷൻസും ഒക്കെ കൂടിക്കൂടി ഈ 74 എന്നുള്ള ചിലപ്പോൾ 100 വയസ്സ് ശരാശരി ആയുസായാലും സാധ്യതയുണ്ട്. അത് കൂടാം, നമ്മുടെ ഹെൽത്ത് കെയർ കൂടാം. പക്ഷെ അപ്പോഴും ഒരു കാര്യമുണ്ട്, ഓൾഡ് ഏജ് നമുക്ക് നീട്ടിക്കൊണ്ടുപോകാം. ഇപ്പോൾ 65 വയസ്സിൽ മുമ്പൊക്കെ, ഇപ്പോൾ എൻ്റെ നാട്ടിൻപുറത്തൊക്കെ, ഞാൻ ജനിച്ച നാട്ടിൻപുറത്തൊക്കെ ഒരു 40-45 വയസ്സായി കഴിഞ്ഞാൽ സ്ത്രീകൾ മുത്തശ്ശി എന്നുള്ളൊരു പേരിലാണ് പൊതുവെ അറിയപ്പെട്ടിരുന്നത്. ഇന്ന് അങ്ങനെയുള്ളവരെ മുത്തശ്ശി എന്ന് വിളിച്ചാൽ തല്ലുകൊള്ളും. ഒരു 70 വയസ്സായ ആൾ പോലും ചിലപ്പോൾ മുത്തശ്ശിന്ന് അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ അത് സാമൂഹികമായൊരു മാറ്റമാണ്. പുരുഷന്മാർക്കും അത് തന്നെ. ഇപ്പം ഞാനുൾപ്പെടെ എല്ലാവരുടെയും മുടി കറുത്തിരിക്കുക. ഇത് സ്വാഭാവികമായ കറുപ്പല്ല, ഇതിലെന്തെങ്കിലും ഒരു കൃത്രിമത്വം അതിലുണ്ടാവും.
അപ്പോൾ എന്തുകൊണ്ട് അത് ചെയ്യുന്നു? അത് ചെയ്യണമെന്നാണ് ഞാനും അവരോട് പറയാറ്. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ഇവിടെ അടുത്തുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ ഒരു 10 കൊല്ലം മുമ്പ് എന്നെ അവരൊന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ഒന്ന് ചെല്ലണമെന്ന് പറഞ്ഞു. കാരണം അവിടെ നിന്ന് കുറച്ച് സാലറിയൊക്കെ ഡിലേഡ് ആയിട്ട് വന്ന് 10,900 സ്റ്റാഫ് ഒന്നും ഉണ്ടായിരുന്നു. ഇപ്പോൾ അത്രയില്ല. അപ്പോൾ ഒരു ദിവസം ഒന്ന് മോട്ടിവേറ്റ് ചെയ്യണം, ഒന്ന് അഡ്രസ്സ് ചെയ്യണമല്ലേ. അപ്പോൾ ഞാൻ പോയപ്പോൾ അവിടെ ഒരു വലിയ ഹാളിൽ മൈക്കും ഒക്കെ വെച്ച് ഇവരെല്ലാവരും ഉണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അവിടുത്തെ സ്ത്രീകളുടെ ഒക്കെ തലമുടി നരച്ചിരിക്കുന്നു, പുരുഷന്മാരുടെ അത്രയും നരച്ചിട്ടില്ല. അപ്പോൾ നോക്കുമ്പോൾ 35-40-45 വയസ്സൊക്കെ വരാം. അപ്പോൾ എനിക്ക് മനസ്സിലായി അവരുടെ മൈൻഡ് ഒരു ഡിപ്രസ്ഡ് സ്റ്റേറ്റിലാണെന്ന്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ഈ മുടി കണ്ണാടി പോയി നോക്കണം, ഇത്രയും വെളുത്തിരിക്കുന്നു. അപ്പോൾ എന്നിട്ട് നിങ്ങളുടെ വീട്ടിലാരോടെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പോയി ഒന്ന് ഹെന്നയോ അല്ലെങ്കിൽ ഹെയർ ഡേയോ എന്തെങ്കിലും വാങ്ങിച്ച് ഒന്ന് കറുപ്പിച്ചിട്ട് വീണ്ടും ഒന്ന് കണ്ണാടി നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ മാറ്റം എന്താണെന്ന്. അപ്പോൾ നിങ്ങൾ അറിയാതെ ചെറുപ്പക്കാരായി മാറും. അപ്പോൾ നമുക്ക് ഇനിയും ഒരു പോരാട്ടത്തിനൂടെ ബാല്യമുണ്ട് എന്ന് മനസ്സിലാവും. തോറ്റു കൊടുക്കരുത്, ഒന്നിലും തോറ്റു കൊടുക്കരുത് എന്ന് മാത്രമല്ല, നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ എന്തെങ്കിലും ഒരു ഇടിവ് പറ്റിക്കഴിഞ്ഞാൽ അതോടുകൂടി ഇപ്പോൾ അഹല്യയിൽ ഇത്രയും പേര് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരാൾ വിചാരിക്കണോ അഹല്യ ലാഭത്തിലല്ല, എന്നാൽ പിന്നെ എൻ്റെ ഗതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ അർത്ഥമില്ല. അവർ ഓരോ ആളിനും കയറി പോകാൻ എത്രയോ വഴികളുണ്ട്. അതുകൊണ്ട് അവരോട് ഞാനന്ന് പറഞ്ഞു, അത് ഫലിച്ചു എന്ന് എനിക്ക് മനസ്സിലായി. കാരണം പിറ്റേന്ന് എൻ്റെ ഒരു സഹപ്രവർത്തകൻ വന്നിട്ട് എന്നോട് ചോദിച്ചു, സാർ എനിക്ക് പണിയുണ്ടാക്കി വെച്ചു അല്ലേന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു എന്താ? അത് ഇന്നലെ തൊട്ട് എൻ്റെ ഭാര്യ ഹെയർ ഡേ വാങ്ങിക്കൊടുക്കണം എന്ന് പറയാണ്. ഞാൻ പറഞ്ഞു പെട്ടെന്ന് വാങ്ങിക്കൊടുക്ക് എന്ന്. മാത്രമല്ല അടുത്ത തവണ അവരെ ഒരു വിവാഹ ചടങ്ങ് വെച്ച് കണ്ടപ്പോൾ രണ്ടുപേരും ഭയങ്കര സന്തോഷത്തിൽ. അപ്പോൾ ഞാൻ പറയുകയും ചെയ്തു, നോക്കൂ, നിങ്ങളുടെ മുടി കറുപ്പിച്ചത് നിങ്ങളൊരു മാനസികമായ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാവർക്കും ഇനി ചിലർക്ക് ചിലപ്പോൾ ചില മെഡിക്കൽ റീസൺസ് കൊണ്ട് മുടി കറുപ്പിക്കാൻ പറ്റില്ല, അത് വിട്ടേക്കൂ. അപ്പോൾ ചെറുപ്പക്കാരായിട്ട് സ്വയം തോന്നിക്കുക എന്നുള്ളതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്തിനാ ഈ വാർദ്ധക്യത്തെ നമ്മൾ മുൻകൂട്ടി തീരുമാനിച്ച് മുൻകൂട്ടി കയ്യേറുന്നത്? ഇപ്പോൾ 70-80 വയസ്സിൽ നമുക്ക് സ്വീകരിക്കേണ്ട വാർദ്ധക്യത്തെ ഒരു 50 വയസ്സിലെ നമ്മൾ എന്തിനാണ് സ്വീകരിക്കുന്നത്? നമുക്കിനിയും ജീവിതം ബാക്കി കിടക്കല്ലേ. കാരണം ഒരു ജീവിതമേ ഉള്ളൂ, അത് ആസ്വദിച്ച് ജീവിക്കാൻ വേണ്ടിയുള്ള ജീവിതമാണ്. അപ്പോൾ അതിൽ തോറ്റു കൊടുക്കരുത് ഒരിക്കലും. പിന്നെ ഒരു മനഃശാസ്ത്രപരമായ കാര്യം, എന്ന് നമ്മൾ തോറ്റു കൊടുക്കുന്നോ അന്ന് നമ്മൾ ജീവിതത്തോട് തോറ്റുന്നതാണ്. നമ്മൾ ഒരിക്കൽ തോറ്റു കൊടുക്കുന്നില്ലെങ്കിൽ ഒരാളെ നമ്മളെ ഉള്ളി വി ക്യാൻ ഡിഫീറ്റ് അവർസെൽസ്. ഭഗവത്ഗീത പറയുന്നുണ്ട്, ഉത്തരേത് ആത്മാന ന ആത്മാന അവസാദയത് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വയം വിചാരിച്ചാൽ മാത്രമേ നമുക്ക് ഉന്നമനം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നമ്മൾ സ്വയം തോറ്റു കൊടുക്കരുത്, അവനവൻ താഴ്ത്തിക്കെട്ടരുത്. അപ്പോൾ ഇത് വാർദ്ധക്യം എത്തുമ്പോൾ തന്നെ എന്തായാലും എല്ലാവരും വൃദ്ധരാകും, നമ്മളെല്ലാവരും മരിക്കും, അതിൽ നമുക്ക് ഒരു സംശയമില്ല. പക്ഷേ അങ്ങനെ എനിക്ക് സംഭവിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ തിരുനഗരെ പോകുന്നതിന് ഇപ്പോഴേ മുണ്ടും അഴിച്ചിടണമെന്ന് ചോദിക്കുന്ന രീതിയിൽ നമ്മളതിന് ഇപ്പോഴേ തോറ്റു കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ വാർദ്ധക്യത്തിലേക്കുള്ള വഴികൾ നമ്മൾ തന്നെ കണ്ടെത്തണം. നമ്മൾ എങ്ങനെ അത് ചെലവാക്കാൻ പോകുന്നു, നമ്മൾ എങ്ങനെ അത് ജീവിക്കാൻ പോകുന്നു, അതിനൊരു ഇത്തിരി മുന്നൊരുക്കം ആവശ്യമാണ്. ഇപ്പോൾ എല്ലാവർക്കും പറ്റും, കാരണം പഴയതുപോലെയല്ല. പണ്ട് മുന്നൊരുക്കം ചെയ്യാൻ കൂടി ആളുകൾക്ക് പറ്റില്ലായിരുന്നു, കാരണം ജീവിക്കാൻ തന്നെ സമയം കിട്ടാറില്ല, ജീവിക്കാനുള്ള ഉപാധികൾ ഉണ്ടാക്കാൻ തന്നെ സമയം കിട്ടാറില്ല. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ നല്ലൊരു പങ്ക് ആളുകൾക്ക് ഭാവി ജീവിതത്തിന് വേണ്ടി പ്ലാൻ ചെയ്യാനുള്ള സമയമുണ്ട്. അപ്പോൾ എൻ്റെ വാർദ്ധക്യം ഞാൻ എങ്ങനെ ചെലവഴിക്കാൻ പോകുന്നു, ഇനി ഏറ്റവും കുറഞ്ഞ പക്ഷം അതിന് എല്ലാവർക്കും സാധ്യതയുണ്ടെന്ന് ഞാൻ പറയാൻ കാരണം, സ്വന്തമായിട്ട് കയ്യിൽ നീക്കിയിരിപ്പില്ലെങ്കിലും അവരുടെ മക്കൾക്കും മരുമക്കൾക്കും ഒക്കെ അതിന് അഫോർഡബിലിറ്റി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വാർദ്ധക്യകാലത്തെ ആസ്വാദ്യകരമാക്കാൻ മുൻകൂട്ടി പ്ലാൻ ചെയ്യണം. സാമ്പത്തികപരമായിട്ട് നമ്മൾ അതൊന്ന് പ്ലാൻ കണ്ടെത്തണം. കാരണം വാർദ്ധക്യത്തിൽ നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല. എത്ര പണക്കാരനാണെങ്കിലും വാർദ്ധക്യത്തിൽ ഇൻകം ജനറേറ്റ് ചെയ്യണമെങ്കിൽ ബ്രെയിൻ വർക്ക് ചിലർക്ക് പറ്റും, പക്ഷെ അത് വളരെ കുറച്ച് വർക്കേ പറ്റുള്ളൂ. പൊതുവെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും പ്രായം കൂടുന്നത് ആളുകളിലൊരു പേടിയും ടെൻഷനും ഒക്കെ ഉണ്ടാക്കുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഇപ്പൊ എനിക്ക് എന്റെ പ്രായം പ്രശ്നമില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ സമൂഹത്തിലെ ആൾക്കാർക്ക് ഒരു ഭയം ഉള്ളില് ഉണ്ടെന്ന് തോന്നുന്നു ഓരോ വയസ്സ് കഴിയുമ്പോഴും. എനിക്ക് തോന്നിയിട്ടുള്ള എൻ്റെ അനുഭവം വെച്ചിട്ടും ഞാൻ സംസാരിച്ച പലരുടെ അനുഭവം വെച്ചിട്ടും എനിക്ക് തോന്നിയിട്ടുള്ള ഈ പേടി പലരിലും വരുന്നൊരു 40 to 50 years ഏജിലാണ്. ഈ വയസ്സാം കാലത്തെക്കുറിച്ച് അത് കടന്നു കഴിയുമ്പോൾ ഇത് നേരിടാമെന്നുള്ളൊരു ചങ്കുറ്റം വരുന്നത്. അതിലെന്തെങ്കിലും ഹോർമോണൽ മാറ്റം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. സ്ത്രീകളിലുണ്ട്. സ്ത്രീകളിൽ 40 വയസ്സ് മുതൽ 50 വയസ്സ് വരെ ഭയങ്കരമായ ഹോർമോണൽ ചേഞ്ചസ് വരികയാണ്. അവർക്ക് ഏറ്റവും കൂടുതൽ ഡിപ്രഷൻ ഉണ്ടാകുന്ന കാലഘട്ടം അതാണ്. അത് ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടുണ്ടാകുന്നത്. പുരുഷന്മാർക്ക് അങ്ങനെ എന്തെങ്കിലും ഹോർമോണൽ ചേഞ്ചസ് ആ ഏജിൽ ഉണ്ടാകുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്കും ആ ഏജിലാണ് ഈ വയസ്സ് കാലത്തെക്കുറിച്ചുള്ള ചിന്തകൾ കൂടുതലുണ്ടായിരുന്നത്. ഇപ്പോൾ എനിക്കതില്ല. കാരണം അത് നമുക്ക് നേരിടാം, നമ്മുടെ ജീവിതത്തിലെ ഒരു ഘട്ടമാണല്ലോ അത് എന്നുള്ളൊരു ചിന്ത വന്നു. അപ്പോൾ ഇത് ഒരുപക്ഷെ ഇതിനെക്കുറിച്ച് ഗഹനമായ പഠനം നടന്നതായിട്ട് എനിക്കറിയില്ല. വെസ്റ്റേൺ കൺട്രീസിലെ ചില പഠനം ഞാൻ നോക്കുന്ന സമയത്ത് വെസ്റ്റേൺ കൺട്രീസിലൊരു 60-70 ഏജൊക്കെ ആകുമ്പോഴേ ആളുകൾ ഇതിനെക്കുറിച്ച് കൺസേൺഡ് ആകുന്നുള്ളൂ. പക്ഷെ അതിനു മുമ്പ് മരിച്ചു പോകുന്നവർ ധാരാളം മരിച്ചു പോകുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, കേരളത്തിൽ തന്നെ 65 വയസ്സ് അതിജീവിക്കുന്നവർ 12% ഉള്ളൂ എന്ന് പറയുമ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? അവർ മരിച്ചു പോകുന്നു എന്നുള്ളതാണ്.
തീർച്ചയായിട്ടും. അപ്പോൾ അത് സ്വാഭാവികമാണ്. അപ്പോൾ അതുപോലെ പാശ്ചാത്യരുടെ ഇടയിൽ ആ ഒരു ലോവർ ഏജിൽ അതിനെ ഒന്നാമത് അവിടുത്തെ സാമൂഹ്യ വ്യവസ്ഥയാണ്. ഇപ്പം നമ്മുടെ ഇവിടെ ഒരു കുടുംബം വിവാഹം എന്നൊക്കെ പറയുന്നത് ഏർലി ഏജിലാണ്. ഇപ്പോൾ ഒരു മലയാളി ഒരു സ്ത്രീ ആണെങ്കിൽ ഒരു 20 to 25, ഒരു പുരുഷനാണെങ്കിൽ ഒരു 23 to 30 ഏജിലുമാണ് വിവാഹം കഴിക്കുന്നത്. പല പാശ്ചാത്യ നാടുകളിലും പുരുഷന്മാർ വിവാഹം കഴിക്കുന്നത് 45-50 വയസ്സിലാണ്. സ്ത്രീകൾക്ക് അങ്ങനെ ഒരു തുണ എന്നായിരിക്കും എന്നുള്ള ഒരു രീതിയാണ് അവർക്കുള്ളത്. സ്ത്രീകളും അവിടെ ഏജ് ഒരു റെസ്ട്രിക്ഷൻ ഇല്ല. അവിടെ 16 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള വിവാഹങ്ങൾ സ്ത്രീകളിൽ വളരെ കോമൺ ആണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കും അവർക്ക് ഈ ഏർലി ഏജിൽ അങ്ങനെ ഒരു ചിന്ത. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഒരു 40-45 വയസ്സാകുമ്പോഴത്തേക്ക് പലരുടെയും കുട്ടികളൊക്കെ ഒരു സ്കൂൾ പഠനമൊക്കെ കഴിഞ്ഞിരിക്കും. അപ്പോൾ അവർക്ക് അയ്യോ എൻ്റെ കുട്ടികൾ വലുതായി, ഞാൻ വയസ്സായി പോയി എന്നുള്ളൊരു ഫീല് വരുന്നുണ്ട്. മറ്റിടത്ത് ആ പ്രായത്തിൽ അവർക്ക് കുട്ടികൾ ഉണ്ടാകുന്നേ ഉള്ളൂ. അതുകൊണ്ട് അവർക്ക് ആ ഒരു ഭയം വരുന്നില്ല. അതൊരു പ്രാദേശികമായ ചിന്തയാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ പൊതുവെ പുറത്തുള്ള കൺട്രീസ് ഒക്കെ എങ്ങനെയാണ് ഈ വൃദ്ധരെ കൈകാര്യം ചെയ്യുന്നത്? അവർക്കായിട്ട് ഈ പ്രൊട്ടക്റ്റഡ് എൻവയറമെൻ്റ് ഉള്ള ഒരുപാട് കൺട്രീസ് ഉണ്ട്. പ്രൊട്ടക്റ്റഡ് എൻവയറമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സ് വളരെ സ്ട്രോങ് ആണ്. ഇപ്പോൾ എക്സാമ്പിൾ കാനഡ, നോർവേ, നെതർലാൻഡ്സ്. പക്ഷെ അവിടെയൊക്കെയുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചെറുപ്പകാലത്ത് ജോലി ചെയ്യുമ്പം അവരുടെ ഇൻകത്തിൻ്റെ നല്ലൊരു പങ്ക് സർക്കാരിലേക്ക് നികുതിയായിട്ട് കൊടുക്കപ്പെടുന്നു. അത് സർക്കാരാണ് ഇതിനുള്ള എല്ലാ സംവിധാനവും ഒരുക്കുന്നത്. എന്നാൽ ചില രാജ്യത്ത് അതില്ല. ഇപ്പോൾ സിംഗപ്പൂരിൽ നമ്മൾ 30 കൊല്ലോ 40 കൊല്ലോ ജോലി എടുത്താലും അത് കഴിഞ്ഞ് അവിടെ ജീവിക്കാനുള്ള പൈസ കയ്യിലുണ്ടാവില്ല. കാരണം സർക്കാരിൻ്റെ വെൽഫെയർ മെഷേഴ്സ് വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇപ്പോൾ സിംഗപ്പൂരിൽ താമസിക്കുന്ന പലരും എന്നോട് പറയാറുണ്ട്, റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ നാട് വിട്ടിട്ട് വേറെ എവിടെയും പോയി പറ്റുമെങ്കിൽ ഇന്ത്യയിൽ. കാരണം കോസ്റ്റ് ഓഫ് ലിവിങ് കമ്പാരിറ്റീവ് വളരെ കുറവുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച്. ഇപ്പോൾ സിംഗപ്പൂരിൽ നല്ലൊരു പങ്ക് ഇന്ത്യക്കാരുണ്ട്. പ്രത്യേകിച്ചും തമിഴ്നാട്ടിൽ നിന്നുള്ളവർ, കേരളത്തിൽ നിന്നുള്ളവർ, ബംഗാളിൽ നിന്നുള്ളവരൊക്കെ ഒരുപാടുണ്ട്. അവരൊക്കെ മിക്കവാറും തിരിച്ചു വരും. കാരണം അവിടെ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ ജീവിക്കാൻ പറ്റില്ല, അഫോർഡബിൾ അല്ല. മറിച്ച് കാനഡ തുടങ്ങിയ രാജ്യങ്ങളിൽ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ സുഭിക്ഷമായിട്ട് ജീവിക്കാം. കാരണം അത്രയും ടാക്സ് അവർ വർക്ക് ചെയ്യുന്ന കാലത്ത് അവരുടെ നിന്ന് വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ രാഷ്ട്രത്തിന് അതിൻ്റെ ഒരു ട്രഷറി അതിലുണ്ട്. മറിച്ച് ചില രാജ്യങ്ങളിൽ അതില്ല. ഇപ്പൊ ഇന്ത്യയിൽ അങ്ങനെ ഒരു സംവിധാനമില്ല. ഇന്ത്യയിൽ ഇപ്പോൾ വാർദ്ധക്യ പെൻഷൻ പല സംസ്ഥാനങ്ങളും കൊടുക്കുന്നത് 50 രൂപ മുതൽ 1000 രൂപ വരെയാണ് പലയിടത്തും കൊടുക്കുന്നത്. വളരെ അപൂർവം 1500 രൂപ വരെ കൊടുക്കും. അതും ഇപ്പോൾ ഈ നമ്മുടെ നാട്ടിൽ ഒരു കുടുംബത്തിന് 1000 രൂപ കൊണ്ട് ജീവിക്കാൻ പറ്റും, 10,000 രൂപ കൊണ്ട് തന്നെ പറ്റില്ല. അപ്പോൾ ഇവിടെയുള്ള വെൽഫെയർ മെഷേഴ്സ് വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഈ വാർദ്ധക്യം ഒരു ബാധ്യത വരുന്നത്. ഇപ്പോൾ ഞാൻ ഈ കമ്മ്യൂണിറ്റി ലിവിങ്ങിന്റെ കാര്യമൊക്കെ പറഞ്ഞെങ്കിലും അതൊരു ഒരു സ്കിം പോപ്പുലേഷനെ ഇത് പറ്റുള്ളൂ. എല്ലാവർക്കും പറ്റില്ല, അഫോർഡബിൾ അല്ല. പാവപ്പെട്ടവർക്ക് അത് അഫോർഡബിൾ അല്ല. പിന്നെ അവരുടെ മക്കൾ രക്ഷപ്പെട്ട് മറ്റു നാടുകളിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ അത് വേണേൽ സപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞു വരും. പക്ഷേ എത്ര പേര് അതിന് സപ്പോർട്ട് ചെയ്യാൻ തയ്യാറായി വരുന്നു എന്നുള്ളത് അറിയില്ല. അതിലിപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഇന്നലെ മറ്റേ ടി വിയിലൊരു ഷോ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഷാജഹാനെ തടവിലാക്കിയ ഔറംഗസീബിന്റെ കഥ കണ്ടുകൊണ്ടിരിക്കുന്നു. സ്വന്തം അച്ഛനെ തടവിലാക്കിയിട്ട് ഭരണാധികാരം പിടിച്ചെടുത്ത രാജാവാണ്. അദ്ദേഹത്തിൻ്റെ കഥ ഞാനൊരു ടി വി ഷോയിൽ ഇങ്ങനെ ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരിക്കുന്നു. സഹോദരന്മാരെ ഒക്കെ കൊന്നിട്ട് അച്ഛനെ തടവിലാക്കിയിട്ട് അധികാരം പിടിച്ചെടുത്ത ഒരു കഥ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് അച്ഛനും അമ്മയും എന്തായാലും എനിക്കെന്തെന്ന് ചിന്തിക്കുന്ന ആളുകളും ഉണ്ടാവും. അതുകൊണ്ട് അതൊന്നും കാത്ത് ആരും ഇരിക്കരുത്. എനിക്ക് രക്ഷിതാക്കളോട് പറയാനുള്ളത്, മക്കൾ നോക്കുമോ, മരുമക്കൾ നോക്കുമോ, ഇതൊന്നും നോക്കിയിരിക്കരുത് എന്ന് മാത്രമല്ല, ഒരു പ്രായമായി കഴിഞ്ഞാൽ പിന്നെ മക്കളെ പറപ്പിച്ചു വിടാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണ്ട. അവർ പറക്കാൻ പറ്റിക്കോളൂ. ഒരു ജീവിക്കാനുള്ള പ്രായമായി കഴിഞ്ഞാൽ ലെറ്റ് ദം വർക്ക്. അപ്പോഴേ അവർക്ക് അതിൻ്റെ സീരിയസ്നെസ് വരുള്ളൂ. നമുക്ക് വാർദ്ധക്യകാലത്തേക്ക് വേണ്ട അത്യാവശ്യ കാര്യങ്ങൾ, ഇപ്പോൾ പെൻഷനേഴ്സായ പല അച്ഛനും അമ്മമാരുണ്ട്. ഈ എന്തിനാണ് അവർക്ക് ഈ പെൻഷൻ കൊടുക്കുന്നത്? അവർ ആരോഗ്യമുള്ള കാലത്ത് ജോലി ചെയ്തതിന് അവർക്ക് വാർദ്ധക്യകാലത്ത് ജീവിക്കാൻ വേണ്ടി കൊടുക്കുന്നതാണ്. അതുകൊണ്ട് മക്കളെ വളർത്തുകയും മക്കൾക്ക് ജോലി വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യുന്ന രക്ഷിതാക്കളുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. കാരണം അവരത് ചെയ്യണം. കാരണം രക്ഷിതാക്കളുടെ ഒരു അംബ്രല്ല അല്ലെങ്കിൽ ഒരു ചിറകിൻ്റെ അടിയിലാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരെ നമ്മൾ മടിയന്മാരാക്കുക. അവരെ ജീവിക്കാൻ പഠിപ്പിക്കണം. അത് പക്ഷികളെ കണ്ടുപഠിക്കണം. ഒരു നിവൃത്തി പറക്കാറായി തോന്നിക്കഴിഞ്ഞാൽ അവർ കൂട്ടിന്ന് തള്ളി താഴെയിടും. എല്ലാ മൃഗങ്ങളും അങ്ങനെയാണ്. മനുഷ്യൻ മാത്രം അത് വീണ്ടും അവരെ ഓവർ പ്രൊട്ടക്റ്റഡ് ആയിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് എന്താ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് എന്താ, എൻ്റെ അവസാന കാലത്ത് എൻ്റെ മക്കളും മരുമക്കളും എന്നെ നോക്കിക്കൊള്ളുമല്ലോ. അതിൽ 5% അതങ്ങനെ നോക്കുന്നുണ്ടാവുള്ളൂ. അവരെ കൊണ്ട് കഴിയില്ല. എനിക്ക് പലപ്പോഴും കുറ്റബോധം തോന്നാറുണ്ട്. എൻ്റെ അച്ഛനും അമ്മയും വയസ്സായി കിടക്കുന്ന സമയത്ത് എനിക്ക് നോക്കാൻ കഴിഞ്ഞിട്ടില്ല. അവർ ഹോം നേഴ്സുമാരാണ് നോക്കിയിരുന്നത്. അതിൽ ദുഃഖിച്ചൊരു കാര്യമുണ്ട്. എനിക്കവിടെ പോയി നിൽക്കാൻ എൻ്റെ സാഹചര്യങ്ങൾ അനുവദിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എന്നെ സ്വയം പഠിക്കാനും എനിക്ക് തോന്നുന്നില്ല, കഴിയുന്നില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താ, ഇപ്പോൾ എൻ്റെ ഭാര്യയുടെ അമ്മ 5 വർഷത്തോളം കിടപ്പിലായിരുന്നു. നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താ, അവിടെ ഒരു ഹോം നേഴ്സിനെ വെക്കുക എന്നുള്ളതാണ്. അല്ലാതെ നമുക്കവിടെ പോയി നിൽക്കാൻ പറ്റും. നമ്മുടെ തൊഴിൽ, നമ്മുടെ ജീവിതം ഇതുകൊണ്ട്. അല്ലെങ്കിൽ അവിടെ അതിനുള്ള സാഹചര്യങ്ങളുണ്ടാകണം. അവിടെ ഉണ്ടാവില്ല.
ഇതൊരു സാമൂഹ്യ പ്രശ്നമാണ്. എല്ലാ മക്കളും അനുഭവിക്കുന്ന ഒരു പ്രശ്നം ഇതാണ്. അവർക്കതിൽ സങ്കടം ഉണ്ടാകും, പക്ഷെ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ. അതിന് ഇമ്മീഡിയറ്റ് ആയിട്ടൊരു സൊല്യൂഷൻ, ഒരു ഉത്തരം നമുക്ക് കൊടുക്കാനും കഴിയില്ല. അപ്പോൾ വാർദ്ധക്യം മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ തന്നെ അതിന് പ്ലാൻ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഏക വഴി. തീർച്ചയായിട്ടും. ഇപ്പോൾ വൃദ്ധസദനങ്ങൾ കൂടുന്നതൊക്കെ ഒരു സാമൂഹിക പ്രശ്നമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ട്. ശരിക്കും അതൊരു സാമൂഹിക പ്രശ്നമല്ല, നല്ലതല്ലേ ഈ വൃദ്ധസദനങ്ങളൊക്കെ വരുന്നത് അല്ലേ? പക്ഷേ ഇവിടെയുള്ള പല വൃദ്ധസദനങ്ങളും പീഡന കേന്ദ്രങ്ങളാണ്. അതൊരു ചിലപ്പോൾ വൃദ്ധസദനത്തിൽ അവിടെ സേവനം അനുഷ്ഠിക്കുന്നവർ വെറും ശമ്പളം വാങ്ങിക്കാൻ വേണ്ടി ജോലി ചെയ്യുന്നവരാണെങ്കിൽ അതിൽ അന്തേവാസികളുടെ കാര്യം വലിയ കഷ്ടമാണ്. പക്ഷേ വളരെയധികം പേര് അങ്ങനെ അല്ലാതെ ചെയ്യുന്നവരുണ്ട്. ചില സന്നദ്ധ സംഘടനകളൊക്കെ നടത്തുന്ന വൃദ്ധസദനങ്ങളൊക്കെ ഉണ്ട്. അതിൽ ഒരു സ്വന്തം മാതാപിതാക്കളെ പോലെ അവിടെ താമസിക്കുന്നവരെ പരിചരിക്കുന്ന ധാരാളം പേരുണ്ട്. പക്ഷെ ചിലയിടത്ത് അങ്ങനെയല്ല. ഈ വൃദ്ധരായവരെയൊക്കെ ശാരീരികമായിട്ട് ആക്രമിക്കുന്ന ജോലിക്കാർ തന്നെയുണ്ട്. അത് ഗതികേട് കൊണ്ട് അവരെവിടെങ്കിലും ജീവിക്കും. അവർക്കും ജീവിക്കാൻ ആഗ്രഹമുണ്ട്. ഞാനീ പറഞ്ഞവർക്ക് ഈ തല്ലുകൊള്ളുന്ന വൃദ്ധർക്ക് കൂടി അവർക്ക് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് അവരത് റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല. പിന്നെ അത് റിപ്പോർട്ട് ചെയ്യാൻ പറ്റിയ ആളുകൾ അവിടേക്ക് വളരെ അപൂർവമായിട്ട് ചെല്ലുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥയിലുള്ള മാറി വരും. ഇനിയിപ്പോൾ കുറെ കഴിയുമ്പോൾ ഇതെല്ലാവർക്കും ഇന്ന് ഞാൻ നാളെ നീ എന്ന് ശങ്കരക്കുറുപ്പ് പാടിയതുപോലെ നാളെ എൻ്റെ ഗതിയും ഇതാണ് എന്ന് മനസ്സിലാകുന്ന സമയത്ത് ചിലപ്പോൾ അവരുടെയൊക്കെ ആറ്റിറ്റ്യൂഡ് മാറി വരും. അവരും ഇതുപോലുള്ള ഏതെങ്കിലും കേന്ദ്രങ്ങളിലേക്ക് എത്തിപ്പെടും എന്നുള്ള ഞാൻ പറഞ്ഞ ചൈനീസ് കഥ പോലെ അത് സിറ്റുവേഷൻ മാറ്റിയേക്കാം. തീർച്ചയായിട്ടും. വാർദ്ധക്യം എന്നൊരു വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ റേസ് ടു സക്സസിലൂടെ ഇത്രയും നേരം സംസാരിച്ചത്. കൂടെ ഉണ്ടായിരുന്നത് മഹാദേവൻ പിള്ള സാറാണ്. സാർ, താങ്ക് യു സോ മച്ച്. നന്ദി. ഇതോടുകൂടി ഇന്നത്തെ റേസ് ടു സക്സസ് പൂർണ്ണമാകുന്നു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കുക അഹല്യ FM 90.4 കേട്ട് കൂട്ടുകൂടാം.